പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു 60,000 രൂപ വരെ ക്യാഷ് ഉണ്ട്. 60,000 രൂപ വരെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന 6 നല്ല മൈലേജ് കിട്ടുന്ന, നല്ല സർവീസ് കിട്ടുന്ന, സ്പെയർ പാർട്സ് എല്ലാം ചീപ്പായിട്ട് ലഭിക്കുന്ന 6 ബൈക്കുകളെ കുറിച്ചാണ്. ഞാനിത് ഡെയിലി യൂസിന് പറ്റിയ വണ്ടി, അതായത് ജോലിക്ക് പോകാൻ, പണിക്ക് പോകാൻ പറ്റിയ വണ്ടികളാണ്. അത്യാവശ്യം മൈലേജ് കൂടി കിട്ടുന്ന വണ്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെയധികം സ്പീഡിൽ പോകുന്ന, നല്ലപോലെ പെർഫോമൻസ് കിട്ടുന്ന വണ്ടികൾ ഒത്തിരി വേറെയുണ്ട്. അതിനെക്കുറിച്ചല്ല, നമുക്ക് ഒരു സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹോണ്ടയിൽ തുടങ്ങാം. ഹോണ്ടയിൽ ഒരു 60,000 രൂപ വരെ നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2021 മോഡൽ വരെ ഹോണ്ട ഷൈൻ കിട്ടുന്നതാണ്. 60,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 2021 മോഡൽ അല്ലെങ്കിൽ 2020 മോഡലൊക്കെ ഷൈൻ ഒത്തിരി ഫേസ്ബുക്കോ OLX മുതലായ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സെയിലിട്ടിട്ടുണ്ട്. അടുത്തുള്ള ഷോറൂംസിലും കിട്ടും. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പുതിയ മോഡൽസ് ആയിരിക്കും, പുതിയ ടെക്നോളജി ആയിരിക്കും, കംപ്ലയിൻസ് കുറവായിരിക്കും. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ മൈലേജ് കിട്ടും. 60-ന് മേളിൽ മൈലേജ് കിട്ടും. ടയേഴ്സ് എല്ലാം പുത്തനായിരിക്കും, വലിയ സ്ക്രാച്ച് ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല പുതിയ വണ്ടി പോലെ ഓടിച്ചു നടക്കാം. മറ്റൊരു വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടയുടെ തന്നെ യൂണിക്കോൺ ആണ്. ഒരു 60,000 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു 2017-2018 മോഡൽ ഹോണ്ട യൂണിക്കോൺ കിട്ടും. യൂണിക്കോൺ എന്ന് പറയുമ്പോൾ പക്ഷേ കൂടുതലും കിലോമീറ്റർ ഓടിയ വണ്ടികളായിരിക്കും കിട്ടുക. എന്നിട്ട് കുറഞ്ഞ് കിലോമീറ്റർ ഓടുന്ന വണ്ടികൾ, അതായത് വല്ലയിടത്തും കയറ്റി വെച്ച വണ്ടികളും കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഭാഗ്യം പോലെ ഇരിക്കും. യൂണിക്കോൺ എപ്പോഴും കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും, പക്ഷേ അതൊരു വിഷയമല്ല. എപ്പോഴും ഒരു 40,000 കിലോമീറ്റർ 50,000 കിലോമീറ്റർ താഴെ വണ്ടികൾ നോക്കിയെടുക്കുക. യൂണിക്കോണൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ റൈഡിങ് കംഫർട്ടാണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. എത്ര ലോങ് ഓടി നിങ്ങൾക്ക് കണ്ണടിച്ച് ഓടിച്ചു നടക്കുക. ഇവിടെ നിന്ന് പാലക്കാടൊക്കെ സുഖമായിട്ട് പോയി തിരിച്ചു വരാം. ഒരു നടുവേനയും മുതുകുവേനയും ഒന്നും ഉണ്ടാവില്ല. ഒരു 60 കിട്ടില്ല, നമുക്ക് ഒരു 50-52 റേഞ്ച് മൈലേജ് യൂണിക്കോണിന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 2 വണ്ടികളാണ് നമുക്ക് ഹോണ്ടയിൽ ഈ ഒരു 60,000 റേഞ്ച് ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ബ്രാൻഡ് സംസാരിക്കുകയാണെങ്കിൽ ഹീറോയാണ്. ഹീറോയിൽ നമുക്ക് ഒരു 60 രൂപ ബഡ്ജറ്റിന് നല്ല കൂടിയ മോഡൽ കിട്ടും. പാഷൻ പ്രോ, പുതിയ ഷേപ്പ് പാഷൻ പ്രോ, ഒരു 2020-2021 പാഷൻ പ്രോ 60 രൂപ റേഞ്ചിന് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്പ്ലെൻഡർ പ്രോ അതുപോലെ സ്പ്ലെൻഡർ തന്നെ സെൽഫുള്ള മോഡൽ, പുതിയ സ്പ്ലെൻഡർ പ്ലസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു 2020 സ്പ്ലെൻഡർ പ്ലസ് എല്ലാം കിട്ടും. ഗ്ലാമർ കിട്ടും, വെർട്ടിക്കൽ ഗ്ലാമർ, മറ്റേ കുത്തനെ എഞ്ചിനിരിക്കുന്ന പുതിയ ഷേപ്പ്, സൈഡൊക്കെ ചെത്തിയ പോലത്തെ ടാങ്ക് വരുന്ന പുതിയ ഷേപ്പ് ഗ്ലാമർ കിട്ടും. ഇതെല്ലാം 60 റേഞ്ചിന് അത്യാവശ്യം നല്ലപോലെ മോഡലുള്ള നല്ല പുതിയ വണ്ടികൾ കിട്ടും. പക്ഷേ പുതിയ മോഡൽ ഹീറോൻ്റെ വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് നല്ലപോലെ നോക്കിയെടുക്കുക. സർവീസ് ഹീറോ ആയാൽ പോലും ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുന്നില്ല. നമുക്കത് സർവീസ് സെൻ്ററിൽ തന്നെ കൊടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കാം. നേരെ മറിച്ച് ഹോണ്ട ആകുമ്പോൾ അത്ര വിഷയമില്ല, ബാക്കി എല്ലാവരും സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചെടുക്കുക. പക്ഷേ പുതിയ വണ്ടിയായിരിക്കും. ഹീറോ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസ് ഫ്രീ ആണ്, അറിയാലോ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടികളാണ്. വലിയ സർവീസിന് വലിയ കോസ്റ്റൊന്നും വരില്ല. അത്യാവശ്യം 20-21 മോഡലൊക്കെ ആകുമ്പോൾ നല്ലപോലെ പുതിയ മോഡൽ, വലിയ സ്ക്രാച്ചൊന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ കിട്ടും. നമുക്ക് ബജാജിലായിട്ട് കിടക്കുകയാണെങ്കിൽ ബജാജിൽ 2 വണ്ടികളാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൈലേജ് ഉള്ളതും റൈഡിങ് കംഫർട്ടുള്ളതും കിട്ടും. ഒന്ന് പ്ലാറ്റിനയുടെ പുതിയ മോഡൽസ് കിട്ടും, 2021-2022 മോഡൽസ് കിട്ടും. CT 110 കിട്ടും, CT 110X കിട്ടും. 110X ഒക്കെ നല്ല വണ്ടിയാണ്. 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2022 മോഡലൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട്. 58 രൂപ 60 രൂപ റേഞ്ചിലൊക്കെ 110X ഒരു 70-ന് മേളിൽ മൈലേജ് കിട്ടും. നല്ല റൈഡിങ് ആണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്, ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇപ്പോൾ പുതിയ വന്നേക്കുക. നല്ലപോലെ മൈലേജ് കിട്ടും, ഒരു കുഴപ്പമില്ല. സർവീസ് എല്ലാം ബജാജിൽ ചെയ്യാം. ബജാജ് ചീപ്പാണ്, ഒരു 1,500 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സർവീസ് ചെയ്ത് വണ്ടി ഇറക്കാം. പിന്നെ വണ്ടി കാണാൻ നല്ല സ്റ്റൈലാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 വണ്ടികളാണ് ഈ ഒരു 60,000 റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് കിട്ടുന്നത്. പിന്നെ 60,000 റേഞ്ചുള്ള ആണെങ്കിൽ നമുക്ക് വേറെ ഗുണമെന്ന് വെച്ചാൽ ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. ഒരു 3 വർഷം വരെ ഫിനാൻസ് കിട്ടും. ഈ പറഞ്ഞ വണ്ടികൾ ഇപ്പോൾ 60 രൂപയുടെ വണ്ടിക്ക് നമ്മൾ എടുക്കുകയാണ്. നിങ്ങളൊരു 15,000 രൂപയൊക്കെ സംഘടിപ്പിച്ചാൽ മതി. ചില കേസിൽ 10,000 രൂപ മതിയോ. ബാലൻസ് എമൗണ്ട് ഫിനാൻസ് കമ്പനികൾ, ഇപ്പോൾ IDFC ബാങ്ക്, തത്വ ഫിനാൻസ്, അങ്ങനെ ഒത്തിരി ഫിനാൻസ് കമ്പനീസ് ഉണ്ട്. അവരെല്ലാം ലോൺ ഇട്ട് തരും. നമ്മൾ നല്ലൊരു അത്യാവശ്യം 650-700 റേഞ്ചിൽ സിബിൽ സ്കോർ ഉണ്ട്. EMIs ഒന്നും പെൻഡിങ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലോൺ ഇട്ട് തരുന്നതാണ്. എടുക്കാൻ പറ്റുമെങ്കിൽ എത്രയും ബെറ്റർ നമുക്ക് മോഡൽ കൂടിയ വണ്ടി ലോൺ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാൾ ചെറിയൊരു 2%-2.5% ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരുന്നുള്ളൂ, കൂടുതലായിരിക്കുന്നുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ല. ഒത്തിരി ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയെടുക്കുക. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ലപോലെ ഓടിച്ച് നോക്കി, നല്ലപോലെ ചെക്ക് ചെയ്ത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എല്ലാം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപയോഗിക്കുന്നതുകൊണ്ട് പോലെ ഇരിക്കും. ഏറ്റവും ബെറ്റർ നിയറസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ആ മെക്കാനിക്കിന് ഒന്ന് കാണിച്ച് അയാളെ കൊണ്ടൊന്ന് ഓടിപ്പിച്ച് നോക്കി അതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് നൽകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോസ് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.